ഞാനൊരു ഇന്ത്യൻ മുസ്ലിമാണ്. വഖഫ് ഭേദഗതി അനുകൂലിക്കുന്ന ഒരു ഭാരതീയൻ. അല്ല ആരിഫെ, ഇജ്ജ് മതം മാറി എൻ്റെ ഇടക്ക്. ഈ മതം വിട്ടു പോയതല്ലേ? നെക്സൊക്കെ ആയില്ലേ നമ്മൾ? മുസ്ലിമൊക്കെ ആയത് അതൊക്കെ വിട്ടോ? മതിയായോ? എങ്ങനെയാണ്? എന്താ എൻ്റെ സ്റ്റാൻഡ് എന്താണ്? എന്താ മുസ്ലിം ആകുമ്പോഴേ നമുക്ക് മാതാവിനെ ഭോഗിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണോ? ഞാൻ അതിൻ്റെ പ്ലാനിങ് വല്ലതുമാണോ? അങ്ങനെ വല്ല ചിന്തകൾ ഉള്ളത് കൊണ്ടാണോ? ഒന്നും വിചാരിക്കരുത് കേട്ടോ. നിൻ്റെ ഉമ്മ ഒരു പാപാന്ന് ഷെഫീന ബീവിയുടെ വീഡിയോയിലും സംസാരത്തിലും മറ്റ് പല വോയിസ് ക്ലിപ്പുകളിലും ഓഡിയോയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നീ മാത്രമേ എന്ന് പറഞ്ഞിട്ടുള്ളൂ. നിൻ്റെ വായിൽ നിന്ന് ഞാനത് കേട്ടിട്ടുള്ളൂ. ഇസ്ലാമിന് ഉമ്മനെ ഭോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വേർഡിങ്സ് അത് നീ ആവർത്തിച്ച് പറയാറുമുണ്ട്. പിന്നെ നമ്മൾ മുറിയേണ്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ എക്സിറ്റ് അടിച്ച് തിരിച്ചു വരുമ്പോൾ അവിടുന്ന് നീ വല്ല പ്ലാസ്റ്റിക് സർജറി വെച്ചിടാ ഇത് ഫുള്ളാക്കിയണോ? കൂട്ടി വല്ലതും വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇങ്ങോട്ടായ സ്ഥിതിക്ക് ഇനി വീണ്ടും വേണ്ടേ? ഇത് മുറിക്കണ്ടേ? കട്ട് ചെയ്യണ്ടേ? ചെത്തണ്ടേ? ഞാൻ അതല്ലെങ്കിൽ നീ സേഫാ അല്ലേ? അപ്പോൾ പേടിക്കല്ല കാര്യത്തിൽ. മതം വേണോ മനുഷ്യന് എന്ന ഒരു സംവാദം സ്വാഭാവികമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഞാൻ വേണ്ട എന്ന് പറയുന്ന റമദാൻ മാസത്തില് പന്നിയിറച്ചിയും പൊറാട്ടയും ഇടത്തെ കൈ കൊണ്ട് തിന്നുന്ന ബ്ലഡി എക്സ് മുസ്ലിം. ചിയേഴ്സ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. എൻ്റെ പൊന്നാരിഫേ, ഈ ഇന്ത്യൻ മുസ്ലിമോ നീ മുസ്ലിമോ നീ എന്ത് വളിവിട്ട സാധനമായാലും ഒരു കുഴപ്പമില്ല. പക്ഷേ നിൻ്റെ ആ ഒരു ഇരട്ടത്താപ്പുണ്ടല്ലോ, ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നീ അവിടെ ഞാനൊരു മുസ്ലിമാണ്, ഇന്ത്യൻ ഭാരതീയ മുസ്ലിം അല്ലേ? പണ്ടൊരു മറ്റേതുണ്ടായിരുന്നു, ദേശീയ മുസ്ലിം ഉണ്ടായിരുന്നു, അബ്ദുള്ള കുട്ടി. ജിപ്പ് രണ്ടാമത്തെ ഇന്ത്യൻ മുസ്ലിം അതാ വന്നിട്ടുണ്ട്. എന്തിനാടാ? നമുക്ക് ഈ വഖഫിനെ വലിയ വഖഫ് അമെൻമെൻറ്റ് ബില്ലിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞാനൊരു മുസ്ലിമായിട്ടുള്ള ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് നാലാൾ കാണുക അല്ലേ? അതല്ലെങ്കിൽ ഒരു ഹിന്ദു ആയിട്ടുള്ള ഹിന്ദുവും ഇവിടെ ക്രിസ്ത്യൻ ഞാൻ പറയുന്നില്ല. ഈ മുസംഗികളും സംഘികളും മുസ്ലിമുകളായിട്ട് ഞാൻ അമെൻമെൻറ്റ് ബില്ലിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വലിയ വില ഉണ്ടാവില്ല. അതല്ലെങ്കിൽ അവൻ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം നമ്മളവിടെ മുസ്ലിം ആവണം. നമ്മളൊരിക്കൽ എക്സിറ്റ് അടിച്ച് പോയി കഴിഞ്ഞാലും ഇങ്ങനത്തെ ചില പ്രത്യേക സംഭവങ്ങൾ വരുമ്പം നമ്മളന്ന് മുസ്ലിം ആവുന്നതല്ല. അപ്പോഴല്ലേ നാലാൾ കാണുമ്പോൾ മുസ്ലിമായിട്ടുള്ള ആരിഫ് ഹുസൈൻ വരെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ നിങ്ങളെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ചോദ്യം വരുള്ളൂ അല്ലേ? കറക്റ്റാ. നിൻ്റെ ആ ഒരു മറ്റേ 2 തോണിയിൽ കാലിട്ട് ആ പരിപാടി ഉണ്ടല്ലോ തൂറാൻ വേണ്ടിയിട്ട് പൊളന്ന് പോകൂടാ, പൊളന്ന് പോകും.